കോഴിക്കോട് നഗരത്തിന്റെ ശ്വാസകോശമാണ് സരോവരം ബയോപാർക്ക്. പാർക്കിനോട് ചേർന്ന തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളുമാണ് ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നത്. ഈ ഹരിത കവചത്തിനുമേൽ വലിയ കടന്നുകയറ്റമാണ് ചില സ്വകാര്യ വ്യക്തികൾ നടത്തുന്നത്. ഈ വിഷയമാണ് ഇന്ന് ഞാനിന്നിവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. സരോവര മേഖലയുടെ ജൈവ ആവാസ വ്യവസ്ഥയെ ഒന്നടങ്കം തകിടം മറിച്ചാണ് കണ്ടൽക്കാടുകൾ വെട്ടിയും തണ്ണീർത്തടങ്ങൾ നികത്തിയും ഭൂമാഫിയ മുന്നോട്ടു പോകുന്നത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പരാതിയുമായി രംഗത്ത് വന്നെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇക്കാര്യങ്ങളെല്ലാം അട്ടിമറിക്കുകയാണ്. എന്തായാലും നമുക്കൊപ്പം നാട്ടുകാർ തന്നെയുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്? ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വ്യാപകമായ കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനെതിരെ പരാതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കഴിഞ്ഞ മാസം നവംബർ 11-ാം തീയതി അർദ്ധരാത്രി ഞങ്ങളെല്ലാവരും വീടുകളിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു അയൽവാസിയുടെ കോള് വരികയാണ്. JCB ഇതിന് തൊട്ട ബാക്കിൽ പ്രദേശത്ത് JCB മരങ്ങളും കണ്ടൽക്കാടുകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് പണിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഞങ്ങളെല്ലാവരും വീടുകളിൽ നിന്ന് ഓടി വരികയാണ് ചെയ്തത്. JCBന്റെ മുമ്പിൽ ചാടി വീണ് ഞങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുകയും അപ്പോൾ അയാള് എന്നിട്ടും തുടരുകൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് ഒരു JCB ഡ്രൈവർ ഒറ്റയ്ക്ക്. അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ നിർത്തി ഞങ്ങൾ കൺട്രോൾ റൂമിൽ വിളിച്ച് പോലീസ് എത്തി. പോലീസ് കാലിക്കറ്റ് റൈറ്റ് സെന്ററിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളോട് അങ്ങോട്ട് വരാനാണ് അന്നേരം ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഈ കാട്ടിന്റെ ഉള്ളിൽ കുറച്ച് നാട്ടുകാരുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോലീസ് ഞങ്ങളടുത്ത് എത്തി പണി നിർത്താൻ ആവശ്യപ്പെട്ട് JCB അവിടെ നിർത്തണം. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഇപ്പൊ വില്ലേജ് ഓഫീസറെ കലക്ടറെ വിളിച്ചാൽ കിട്ടുന്നില്ല, ആരെയും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തിരിച്ചുപോയി. ആ കാട്ടിന്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു 2-3 മണിയായപ്പോൾ അവരെ JCB പിന്നെ അവരെടുത്ത് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വില്ലേജ് ഓഫീസറെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയും വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും അപ്പൊ തന്നെ ഇത് തണ്ണീർത്തടമാണ്, ഇവിടെ യാതൊരുവിധ പ്രവൃത്തികൾ നടത്താൻ പാടില്ല എന്നാണ് നോട്ടീസ് കൊടുത്തത്. പക്ഷെ അതിനുശേഷം ഏത് സമയത്തും ഇടയ്ക്കിടയ്ക്ക് JCB ഇങ്ങനെ വന്ന് അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാത്ത സമയത്ത് പിന്നെയും JCB വന്ന് കൈയേറി. അപ്പോഴും ഞാൻ വില്ലേജ് ഓഫീസർ, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, വില്ലേജ് ഓഫീസറെ വിളിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ നിങ്ങളെ പോലീസിനെ വിളിക്കൂ, അങ്ങനെയാണ് പറഞ്ഞത്, കലക്ടറെ വിളിക്കൂ, അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഈ വഴി അവർ വഴിയാക്കിയെടുത്തത്. അങ്ങനെ മിക്ക ദിവസങ്ങളിൽ പിന്നെ ഗുണ്ടകളായിട്ട്, ഇവിടെ പരിചയമില്ലാത്ത കുറെ ഗുണ്ടകളായിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി. ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള സമയത്തൊക്കെയാണ് വരുന്നത്. അങ്ങനെ 21-ാം തീയതി ഉച്ചയ്ക്ക് 12 രാവിലെ വന്നു ഈ ഗുണ്ടകളായിട്ട്. അപ്പൊ ഇവിടുന്ന് അപ്പോഴും ഞങ്ങൾ പോലീസിനെ വിളിച്ചു. അപ്പൊ ഗുണ്ടകൾ ഒക്കെ വന്ന് പോലീസ് അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഇനി പാടില്ല, ഇങ്ങോട്ട് പാടില്ല എന്ന് പറഞ്ഞയച്ചതാണ് 21-ാം തീയതി രാവിലെ 8 മണിക്ക്. പക്ഷെ അന്ന് തന്നെ 12 മണിക്ക് ഈ JCB അവിടെ, ഇപ്പൊ JCB കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് നിങ്ങൾക്ക് കാണാം, അവിടെ ഇവര് വേറെ ഒരുപാട് ഗുണ്ടകളായിട്ട് വന്ന്. അപ്പൊ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊക്കെ കയ്യേറ്റം ചെയ്തുകൊണ്ടാണ്, അങ്ങനെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് ആ JCB അവിടെ വന്ന് ഞങ്ങൾ കൺട്രോൾ റൂമിൽ വിളിക്കുകയും പോലീസിനെ ഇതാക്കുകയും പോലീസ് എത്തുകയും പ്രവർത്തനം നിർത്തിവെച്ചു. അങ്ങനെ വില്ലേജ് ഓഫീസറും ഡെപ്യൂട്ടി തഹസിൽദാരും വന്ന് മാസ്റ്റർ തയ്യാറാക്കി വൈകുന്നേരം 5:45 മാസ്റ്റർ ആ വണ്ടീന്റെ മുകളിൽ പതിച്ചിട്ട് അവര് പോയി. JCB കണ്ടുകെട്ടിയതാണ് സർക്കാരിലേക്ക്. പക്ഷെ 21-ാം തീയതി കഴിഞ്ഞ് ഇന്നിപ്പോ ഡിസംബർ 3-ാം തീയതി ഇതുവരെയും ആ JCB അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല. ഇപ്പൊ ഇവര് പറയേ പലതരം കൊള്ളന്യായങ്ങളുമായി ഇപ്പൊ വന്ന് പല ന്യായങ്ങളുമായിട്ട് പറഞ്ഞ് ഇതുവരെ അധികൃതർക്ക് ആ JCB അവിടുന്ന്, ഇവിടെ 1 കിലോമീറ്റർ അകലെയാണ് സിവിൽ സ്റ്റേഷനുള്ള, അവിടേക്ക് ഈ JCB മാറ്റാൻ പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം കുറച്ച് JCB ചളിയിൽ അത്രയും തണ്ണീർത്തടാണ്, ആ തണ്ണീർത്തടത്തിൽ JCB പോലുള്ള വാഹനങ്ങൾ കയറാൻ പറ്റില്ല. അങ്ങനെ ആ തണ്ണീർത്തടത്തിൽ ഈ JCB കയറിയിട്ട് JCB മുഴുവൻ ചളിയിൽ താഴ്ന്നു പോവായി തീർന്നത്. അവർക്ക് തന്നെ അത് എടുത്ത് പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ അത് എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവര് ഒരുപാട് മരങ്ങൾ, ആ ചുറ്റുവട്ടത്തുള്ള തെങ്ങുകളും ഒരുപാട് കണ്ടൽ വനങ്ങളൊക്കെ JCBന്റെ അടിയിലിടാനാണെന്ന് പറഞ്ഞിട്ട് ആ ഭാഗം മുഴുവൻ നശിപ്പിച്ച് ഒരു ദിവസം ആ JCB കരയിൽ കയറ്റി വെച്ച് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു ഇത് ഇപ്പൊ തന്നെ അവിടെ എത്തിക്കണം. ഇല്ല, ഇപ്പൊ എത്തിക്കാൻ പറ്റില്ല. അവര് പറയാ വില്ലേജ് ഓഫീസർ ഭീഷണി മുഴക്കുക, നിങ്ങൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും, ഞങ്ങൾ വഴി തെറ്റി വന്നതാണ്. അങ്ങനെയാണ് പല കൊള്ളന്യായങ്ങളും പറഞ്ഞിട്ട് ഇന്നും ഇപ്പോഴും ആ JCB 10-12 ദിവസമായി അവിടെ കിടക്കുകയാണ് ആ JCB. അതിനകത്ത് ഒരുപാട് ചെടികൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇപ്പൊ ഇന്ന് 2 ദിവസം മുമ്പ് മഴ പെയ്തപ്പോ അവിടെയൊക്കെ നിറയെ വെള്ളമാണ്. ഒരുപാട് ആ ഏരിയ കണ്ടാൽ അറിയാം. അപ്പൊ അവരുടെ ഉദ്ദേശം
വെട്ടിക്കളഞ്ഞ് അവിടെ ഒരു നിരപ്പാക്കി ഒരു റോഡ് പോലെ ഉണ്ടാക്കാന്നായിരുന്നു. അത് അവർ സാധിച്ചിട്ടുണ്ട്. പക്ഷെ JCB അവർക്ക് അവിടുന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. JCB അവിടെ തന്നെ കിടക്കുകയാണ്. ഇത് ഈ സരോവരം ബയോ പാർക്കിനോട് ചേർന്ന മേഖലകളാണ്, അങ്ങേയറ്റം ഒരു പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളാണ് അല്ലെ? പാരിസ്ഥിതികം അതീവ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിനെപ്പറ്റി പല പഠനങ്ങൾ ഇവിടെ നടത്തിയതാണ്. പഠനം നടത്തിയ CBRDയുടെ പഠന റിപ്പോർട്ടുണ്ട്, പിന്നെ സോയിൽ സർവേന്റെ ഒരു പഠന റിപ്പോർട്ടുണ്ട്, പിന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ പഠന റിപ്പോർട്ടൊക്കെ നടന്നത്. അപ്പോൾ പിന്നെ കൃഷി വകുപ്പിന്റെ ഒരു പഠന റിപ്പോർട്ടുണ്ട്. അങ്ങനെ എല്ലാ പഠന റിപ്പോർട്ടും നിലവിൽ നിൽക്കുകയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്താ പറയാൻ കാരണം വെച്ചാൽ ഇതിന്റെ ഞങ്ങളിപ്പോൾ 2 കൊല്ലം ഇതിന്റെ പിന്നാലെ തന്നെയാണ്. അങ്ങനെ ഇതിന്റെ പിന്നാലെ ഒരു മാർച്ച് 15-ാം തീയതി ഇതേമാതിരി ഇവിടെ ഇതിന്റെ ഈ പറഞ്ഞ ട്രേഡ് സെന്ററിന്റെ ഈ എൻഡിലേക്കായിട്ട് തണ്ണീർത്തടം നിൽക്കുന്ന ആ ഭാഗത്ത് ഇതേമാതിരി JCB അതായത് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആ JCB ഇവിടെ തണ്ണീർത്തടം നികത്താൻ വന്ന ആ JCB അവിടെ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം കൂടി തടഞ്ഞിട്ട് ഇതേമാതിരി വില്ലേജ് ഓഫീസർ വന്ന് നോക്കിയപ്പോൾ അത് തണ്ണീർത്തടം മനസ്സിലായി. അങ്ങനെ അവിടെ വെച്ചിട്ട് JCB കസ്റ്റഡിയിൽ എടുത്തിട്ട് സിവിൽ സ്റ്റേഷനിൽ കൊണ്ടുവച്ച് അങ്ങനെ അത് അവിടെ കിടന്ന് 8 മാസം കിടക്കുന്നത്. അങ്ങനെ ഇതിന് നോട്ടീസ് കൊടുത്തത്, സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതും ഈ ട്രേഡ് സെന്ററിന്റെ ഉടമയായ അബ്ദുൽ കരീം ഫൈസൽ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തത്. ഗ്രീൻ മെട്രോ ഡെവലപ്പേഴ്സ് പിന്നെ എന്താ എഴുതി കൊടുത്തത്. ആ സ്റ്റോപ്പ് മെമ്മോന്റെ കടലാസ് ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ പിന്നിൽ അദ്ദേഹം തന്നെ ആയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ളത്. കാരണം വെച്ചാൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ വില്ലേജ് ഓഫീസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ പേര് കൊടുത്താൽ അയാൾക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. അങ്ങനെ ആ JCB അവിടെ കുറെ ദിവസങ്ങളിൽ കിടക്കുന്നത്. അത് കിടന്നതിന് ശേഷം ഇപ്പോൾ ഒരു മാസം കഷ്ടി ആ JCB രണ്ടാമത് അവിടെ നിന്ന് എങ്ങനെയാണ് അവർ ഇറക്കിയെന്നറിയില്ല. 8 മാസം അവിടെ കിടന്ന JCB അവർ ഇറക്കി കൊണ്ടുവന്നു. ആ ഇറക്കി കൊണ്ടുവന്ന ശേഷമാണ് അവർ ഈ പറഞ്ഞ മാതിരി പിന്നെ ആന കരിമ്പ് കാട്ടി കയറാന്ന് പറയില്ലേ, അതേമാതിരിയാണ് എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ ഇടിച്ച് മറിച്ചിട്ട് JCB ഇങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് നാട്ടുകാർ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ട് അവസാനം ഞങ്ങളുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് സരോവരം ബയോ പാർക്ക് പ്രകൃതി സംരക്ഷണ സമിതി ഇറങ്ങിയ ഒരു കമ്മിറ്റി രൂപീകരിച്ച്. അതിന്റെ പ്രസിഡന്റാണ് ഞാൻ, ജനറൽ സെക്രട്ടറിയാണ് അലക്സ് KP. പിന്നെ ഇവിടെ നാട്ടിൽ എല്ലാവരും ഉണ്ട്. അതായത് ഇതൊരു നാട്ടിന്റെ പ്രശ്നമായതുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാവരും ഉണ്ട്. അതായത് വാഴത്തിരുത്തി, കിഴക്കൻ തിരുത്തി, പാലാട്ട് ഈ 3 റെസിഡൻസിലെ ജനങ്ങളും കൂടിയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പല പരാതികളും കൊടുക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റിന് പരാതി കൊടുക്കുന്നത്, പിന്നെ വില്ലേജ് ഓഫീസിന് രണ്ടാമത് JCB കൊണ്ടുപോകാൻ വേണ്ടി പരാതി കൊടുക്കുന്നത്. ഫോറസ്റ്റിന് കൊടുത്തത് ഇവർ വന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതൊക്കെ വെട്ടിയത്. പക്ഷേ ഫോറസ്റ്റിന്റെ ആൾക്കാർ ആരും വന്നിട്ടില്ല, ഞങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടില്ല. അതേമാതിരി ADMന് പരാതി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും പരാതി കൊടുത്തിട്ടും ആരും ഇതിനകത്ത് ഇറങ്ങുന്നില്ല. പോലീസിനോട് ചോദിച്ചാൽ പോലീസ് പറയും ഞങ്ങൾക്കല്ല അതിന്റെ ഉത്തരവാദിത്വം, ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സിറ്റുവേഷൻ മോശമാണെങ്കിൽ മാത്രമേ ഇടപെടാൻ ഇതുള്ളൂ, അതൊക്കെ ചെയ്യേണ്ട ആൾക്കാർ ഇന്ന വകുപ്പുകളാണ് അവർ കൈയൊഴിയും. ഞങ്ങളിത് ആരോടാ പറയാം? ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രതിസന്ധിയിലാണ്. അവസാനം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിന്റെ ആൾക്കാർ ഇപ്പം നാളെ BJPന്റെ പിന്നെ ഒരു നേതാക്കൾ ഇവിടെ വന്ന് അവരിത് കണ്ടിട്ട് വന്നാണ്. ഈ സംഭവം അറിഞ്ഞപ്പം പേപ്പറിലും പത്രത്തിലൊക്കെ ഒരുപാട് ഉണ്ടല്ലോ, മീഡിയയിലൊക്കെ വന്നപ്പോൾ അവരിത് അറിഞ്ഞിട്ട് അവർ വന്ന് പരിശോധിച്ചു. ഇതേമാതിരി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സംഭവം അറിഞ്ഞാൽ ഞങ്ങളെ കൂടെ വന്ന് ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇതിനു വേണ്ടിയിട്ട് ഉറക്കമില്ല, രാവും പകലും ഉറക്കമില്ലാതെ ഞങ്ങളിത് പോടുക. ഇതിനു വേണ്ടി കയറ്റി എങ്ങോട്ടാ പോകേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ പറയുന്നില്ല. അതിന് വേണ്ട പിന്നെ നിയമവ്യവസ്ഥയിലുള്ള വകുപ്പിലേക്ക് കയറി പോയാലും അവിടെയും ഞങ്ങൾക്ക് തടസ്സങ്ങൾ വരാം. പിന്നെ വെല്ലുവിളി എന്തൊക്കെയാ പറയുന്നത്, പിന്നെ കൈ വെട്ടും കാല് വെട്ടും. 3 കേസ് ഞങ്ങൾ പേരിലെടുത്ത്. എൻ്റെ ഒരു സുഹൃത്തിന്റെ പേരിൽ 3 കേസ്. അതായത് ഒരു പൊതുപ്രവർത്തകനുണ്ട്, പിന്നെ പൗരാവകാശ സംരക്ഷണം വെച്ച് ഇറങ്ങിയ സതീഷ് നഗര് അവിടെ ഉണ്ട്. അയാളുടെ പേരിലും എൻ്റെ പേരിലും അവിടെ 3 കേസ് എടുത്ത്. 3 കേസത്തിന് പുറമെ ആ കേസ് വെച്ചിട്ട് അവർ ഗുണ്ടാക്ട് കൊടുത്ത്, ആ കേസ് ഗുണ്ടാക്ട് തള്ളി. അതിന് പുറമെ അപ്പർ റെസിഡൻസ് കമ്മിറ്റിന്റെ പേരിൽ അവർ വേറൊരു ഇഞ്ചക്ഷനോട് കൊണ്ടുവന്നു. അവർക്കൊന്നും പ്രവർത്തിക്കാൻ പാടില്ല അവിടെയാണ്. അങ്ങനെ എന്താ പറയുക, നിയമത്തിന്റെ ചില പഴുതുകൾ ഉപയോഗിച്ചിട്ട് അവർ ജനങ്ങളെ മുഴുവൻ സ്തംഭിപ്പിക്കുക, എന്നിട്ട് അവരെ കാര്യങ്ങൾ നടത്തുക. അത് ചെയ്യുന്നത് മുഴുവൻ ഒറിജിനൽ ഡാറ്റാ ബാങ്കിൽപ്പെട്ട സ്ഥലം. അതായത് വില്ലേജ് ഓഫീസർ വന്നിട്ട് സാക്ഷ്യപ്പെടുന്നത് ഡാറ്റാ ബാങ്കാന്ന് പറഞ്ഞത്. ആ ഡാറ്റാ ബാങ്കിൽപ്പെട്ട സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. ഇത് ശരിക്കും ഗവൺമെന്റും കോടതികളും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങൾ ഈ വാക്കുകൾ ജനങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾ അത്രയും വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സഹായിക്കണം ഞങ്ങളെ. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്? ഈ ഭാഗം നികത്തുമ്പോഴേക്കും ഒരു വെള്ളക്കെട്ടിലേക്ക് തന്നെ നീങ്ങുമായിരിക്കും. ഒപ്പം കിളികളും ഒക്കെ ഉള്ള ഈ കോഴിക്കോട് നഗരത്തിന്റെ ഒരു ഹൃദയഭാഗമാണ് ഈ സരോവരം അല്ലെ? അതായത് ഇത് കോഴിക്കോടിലെ ജലാറ എന്ന് പറയും, ശുദ്ധവായു കിട്ടുന്നത്. കാരണം കണ്ടൽക്കാട് എങ്ങനെയാണ് ശുദ്ധവായു ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റിയാണ്. അപ്പം അത്രയും വലിയ പ്രാധാന്യമുള്ള കണ്ടൽക്കാടുകളും അതേമാതിരി പിന്നെ പലവിധ കിളികളും പല മരങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഭൂപ്രദേശമാണ് ഈ സരോവരം. മാത്രമല്ല കോട്ടുള്ളി തണ്ണീർത്തടം, അതൊക്കെ വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിലൊക്കെ എഴുതിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലം ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വരും തലമുറക്ക് ഒന്നുമില്ലാത്ത കണ്ടീഷനിലേക്ക് എത്തും. അതുപോലെ തന്നെ ഈ തണ്ണീർത്തടം നികത്തി കഴിഞ്ഞാൽ ഈ നാട്ടിൽ വെള്ളം കയറി ഇപ്പം തന്നെ മഴക്കാലത്ത് വെള്ളം കയറിങ്ങായിട്ട് വീടുകളൊക്കെ ഒരു ചെറുങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ വെള്ളം കയറും. അതാണ് ശരി. അതിന്റെ കാരണമുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ നിൽക്കുന്ന എല്ലാ ഓവുകളുണ്ട്, പുഴയിലേക്ക് പോകുന്നത്. ഈ ഓവുകളൊക്കെ ഈ ഭൂമാഫിയ അടച്ചു കഴിഞ്ഞു. ആ ഭൂമാഫിയ അടയ്ക്കാണ്ട് ഈ ഓവുകൾ അടയില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ വരുന്നതിന് മുന്നേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ വഴിക്കാൻ പോയി കാണിച്ചു തരാം. അവിടെയുള്ള ഇവിടെയുള്ള 3 ഓവുകൾ അടച്ചു കഴിഞ്ഞ് ഒരു ഓവ് മാത്രം ഇവിടുന്ന് പോകുന്ന ഓവ് മാത്രമേ അവിടെ ഉള്ളൂ. കാരണം വെച്ചാൽ പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നീരൊഴുക്കും കൂടി വരാൻ പാടില്ല. കണ്ടൽക്കാട് വളരണമെങ്കിൽ ഉപ്പുവെള്ളം വരണം.
അപ്പോൾ ഉപ്പുവെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഏർപ്പാടാണ്. നിങ്ങൾ ആ റോഡ് ഹൈവേ മറ്റേ മിനി ബൈപ്പാസ് റോഡിൽ നിന്നിട്ട് ക്യാമറ പിടിച്ചാൽ നിങ്ങൾക്ക് കാണാം ഓവുകൾ അടച്ചിച്ച് അതിനുള്ളൊരു കള്ളപ്പണി പടം അവർ എടുത്തിരിക്കുന്നത്. ഇതിന് ആദ്യമുള്ള ആ അടച്ച ഓവ് ശരിക്കും നേരെ ഈ കാണുന്ന ഒരു മൈതാനം ട്രേഡ് സെന്ററിന്റെ തൊട്ടടുത്തുള്ള ഒരു മൈതാനത്തിലേക്കുള്ള മൈതാനമല്ലത് അവിടെ തണ്ണീർത്തടമായിരുന്നു. ആ തണ്ണീർത്തടം നികത്തിയതാണ്. ആ തണ്ണീർത്തടം നികത്തിയപ്പോൾ അവിടെ നിന്ന് നേരെയുള്ള കണക്ഷൻ അങ്ങോട്ടേക്കുള്ള ഒരു ഓവ് ആ ഓവ് എന്താക്കി വെച്ചാൽ അത് അപ്പുറം അടച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്താൽ അവരുടെ സ്ഥലം ലേശം ബാക്കോട്ട് വെച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു ഡ്രൈനേജ് അവരുണ്ടാക്കി അവരുടെ സ്ഥലത്ത്. അപ്പോൾ ആരെങ്കിലും അധികാരികൾ വന്നു നോക്കുകയെന്ന് വെച്ചാൽ അത് അതിന്റെ ഓവാണ് എന്ന് പറയും. അങ്ങനത്തെ അതെല്ലാം എന്റെ സത്യം. കാരണം ഞങ്ങളൊക്കെ അവിടെ ജീവിച്ചു വന്ന ആൾക്കാരാണ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നേരെയുള്ളൊരു ഓവായിരുന്നു. അതുപോലെ ഈ ഒരു നിയമത്തിന് ചില പഴുതുകളും ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചാണ് ഒരു ഓവ്. അത് വന്ന് പരിശോധിച്ചാൽ കാണാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഴത്തിരുത്തി കിഴക്കൻതിരുത്തി പാലാട്ടുതാഴം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബാക്ക് സൈഡിൽ സിവിൽ സ്റ്റേഷന്റെ ബാക്കിൽ ഈ പാച്ചാക്കുന്ന് പടിഞ്ഞാറ് വശം ഈ കിടക്കുന്ന ഭാഗം വളരെ പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതായത് ഒരുപാട് കണ്ടൽക്കാടുകളും ഒരുപാട് കിളികളും അതേമാതിരി തണ്ണീർത്തടങ്ങളും. കോഴിക്കോടിന്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പച്ച ഭാഗമായിട്ട് കാണുന്നത് ഈ ഒരു സിറ്റിയിലുള്ള ഈ ഒരു ഭാഗം മാത്രമാണ്. എത്ര വേനൽക്കാലം വന്നാലും ഇവിടെ ഒരു വീട്ടിലെ കിണറിലെ വെള്ളം പോലും വറ്റാറില്ല. ഞങ്ങൾക്ക് നല്ലതായി ശുദ്ധജലം കുടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായത്. ഇപ്പൊ ഇവർ ഈ ഭാഗമൊക്കെ ഇപ്പൊ ഈ പരിസ്ഥിതി ലോല പ്രദേശമൊക്കെ കംപ്ലീറ്റ് പണ്ട് മുതലേ ഇത് ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിനൊക്കെ വളരെ തുച്ഛമായ വിലയുള്ളൂ. അപ്പോൾ ഈ തുച്ഛമായ വില കൊടുത്ത് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവർ കൈവശം വാങ്ങി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സ്വത്ത് വഴി വാങ്ങി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഒരു 250-300 ഏക്കറോളം വരുന്നത് സർക്കാർ വനഭൂമിയാണ്. ഈ വനഭൂമിയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് നികത്തിയിട്ട് ഇവർ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ട് ഈ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ, പ്രകൃതിന്റെ ആവാസ വ്യവസ്ഥയെ കംപ്ലീറ്റ് തകിടം മറിച്ചിട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം, അതേമാതിരി ശുദ്ധവായു, അതേമാതിരി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ള ഒരു സംവിധാനമുണ്ട്. അതിനെ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ നിർമ്മാണ പ്രവർത്തികൾ പോകുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് നാട്ടുകാർ ഒരുപാട് കാലമായിട്ട് പോലീസിലും അതേമാതിരി ഫോറസ്റ്റിലും ചെന്നൈയിൽ ഗ്രീൻ ട്രിബ്യൂണലിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇന്ത്യയിലുള്ള 12ാമത്തെ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് 12ാമത്തെ സ്ഥാനമാണ് ഇതിനുള്ളതെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് ഈ കണ്ടൽക്കാടുകൾ കംപ്ലീറ്റ് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ ഇതിനെതിരെ ഇവിടെ എത്രയോ പ്രാവശ്യമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തതാണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് പരാതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കൂളുകൾ, ഈ മർക്കസ് സ്കൂൾ വന്നത് അതേമാതിരി കംപ്ലീറ്റ് വയൽ നശിപ്പിച്ചിട്ടാണ് വന്നത്. പരാതി കൊടുത്തിട്ട് ഞങ്ങൾ പരാതിയായിട്ട് പോണ സമയത്ത് അവർ ഞങ്ങളെ ഉദ്യോഗസ്ഥ തരം ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ പരാതി നടക്കുന്നത്, ഞങ്ങളോട് ചീത്ത, ഞങ്ങൾ കുറ്റക്കാരാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. പരാതിയായിട്ട് പോകുന്ന ആൾക്കാരുടെ പേരിൽ കേസെടുക്കുക, ആ ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഇപ്പോൾ അവിടെ തന്നെ ഒരു കൗൺസിലർ ഉണ്ട്. നമ്മൾ ഒരുപാട് പരാതികളൊക്കെ ആയിട്ട് കൗൺസിലറെ ഫോൺ വിളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൗൺസിലർ ഭാഗത്തേക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും ഇത്ര ഒരു കേസ് പോലെ നടന്നിട്ടും കച്ചറുണ്ടായിട്ടും ജനങ്ങൾ മൊത്തം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടും ഈ കൗൺസിലർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അതും ഞങ്ങൾക്കൊരു ഉദ്യോഗസ്ഥ തലത്തിൽ ഞങ്ങൾക്ക് വരുന്ന ഒരു വലിയ തിരിച്ചടിയാണ്. അപ്പോൾ ഞങ്ങളെ മാക്സിമം ഇനിയിപ്പോൾ നാളെ ഞങ്ങൾക്കൊക്കെ എന്താ സംഭവിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്രയും ഗുണ്ടകൾ, അതേമാതിരി ഇവര് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ വകവെഴുത്താൻ വേണ്ടിയിട്ട് പല സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിന്റെ വഴിയിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുള്ളത്. ചില ഒരുവിധ ആൾക്കാരൊക്കെ മാറിക്കുന്നുണ്ട്. ജീവനെ പേടിച്ചിട്ട് എല്ലാവർക്കും ജീവനെ പേടിയുണ്ടാവും. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടാമതും വീണ്ടും വളരെ ശക്തിയോട് കൂടിയിട്ട് 3 റെസിഡൻസ് ഒന്നായിട്ടാണ് ഇതിനെതിരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംഘടനയുടെ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും ഞങ്ങളോട് കൈകോർത്ത് നിന്നിട്ട് ഈ പരിസ്ഥിതി പ്രദേശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് നിൽക്കണമെന്നാണ് ഞങ്ങളൊരു അഭ്യർത്ഥന. ആഗോളതലത്തിൽ പാരിസ്ഥിതികമായിട്ട് അതീവ പ്രാധാന്യമുള്ളതെന്ന് രേഖപ്പെടുത്തിയ കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ ഒരു ഭാഗമാണ്. 250-ലധികം ഏക്കറിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ വാഴത്തുരുത്തി, കിഴക്കൻ തുരുത്തി എന്ന് പറയുന്ന തണ്ണീർത്തടവും അതുപോലെ കണ്ടൽക്കാടുകളുമായി ബന്ധപ്പെട്ട പ്രദേശം. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, അതായത് അപൂർവമായിട്ടുള്ള ഒട്ടനവധി കണ്ടൽക്കാടുകൾ ഈ പ്രദേശത്തുണ്ട്. കണ്ടൽക്കാടുകളെ പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. കാരണം മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ള ഓക്സിജനെ ശുചീകരിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നൊരു സാധനമാണ് ഈ കണ്ടൽക്കാട് എന്ന് പറയുന്നത്. അതോടൊപ്പം ഒരുപാട് പ്രാധാന്യം ഈ കണ്ടൽക്കാടിനും തണ്ണീർത്തടത്തിനും ഉണ്ട്. അപ്പൊ ഈ പാരിസ്ഥിതികമായിട്ട് അതീവ പ്രാധാന്യമുള്ള ഈ ഒരു ഘടകം ഇവിടെ നിലനിൽക്കെ നേരത്തെ ഇരുട്ടിന്റെ മറവിൽ ഒരു കൂട്ടം ആളുകൾ ഇതിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്ഥാപനം നടത്തുന്ന കുറച്ച് ആളുകൾ ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച് അനധികൃതമായിട്ട് ഈ കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുകയും വെട്ടി നശിപ്പിക്കുകയും എന്ന പ്രക്രിയ കുറച്ച് കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത് ഇരുട്ടിന്റെ മറവിലാണ് ചെയ്തതെങ്കിൽ
ഈ കുറച്ച് മാസങ്ങളായിട്ട് ഇത് വളരെയധികം പകൽ വെളിച്ചത്ത് ഇവരിത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ രാഷ്ട്രീയ മേഖലയിലുള്ള ഇവർക്കുള്ള സ്വാധീനവും അവർ നൽകുന്ന ഒത്താശയുമാണ് ഈ പകൽ വെളിച്ചത്തും ഇവർ ഈ ദുഷ്പ്രവൃത്തി ചെയ്യാനുള്ള പ്രധാന കാരണം. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പാർശ്വഫലങ്ങൾ ഈ ഏരിയയിലുള്ള ഈ പ്രദേശത്തുള്ള സമീപവാസികളായ പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അതുകൂടാതെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയം, ഈ ഭൂമാഫിയ നടത്തുന്ന ഈ പ്രവൃത്തി തീർച്ചയായിട്ടും ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും അതുപോലെ റവന്യൂ വിഭാഗവും അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു മുമ്പ് നമ്മുടെ ഇത് വേങ്ങേരി വില്ലേജിന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ട് ഇവർക്കെതിരെ റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസർ ആദ്യം സ്ഥലം മാറ്റി. അതിനുശേഷം ഇപ്പോൾ നടന്ന വിവരിച്ച പ്രകാരമുള്ള JCB പിടിച്ചെടുത്തതുമായി ആ സംഭവത്തിലുള്ള പുതിയൊരു വില്ലേജ് ഓഫീസർ വളരെ സത്യസന്ധമായ രീതിയിൽ നടത്തിയ ഇടപെടൽ ഇവർക്ക് അത് നാശത്തിലേക്ക് പോകുമെന്ന് കണ്ടതിന്റെ ഭാഗമായിട്ട് അവരെ പരസ്യമായിട്ട് ഇവിടുന്ന് ഭീഷണിപ്പെടുത്താണ്. നിങ്ങൾ ഇവിടെ ഞങ്ങളെ JCBയിൽ നോട്ടീസ് പതിപ്പിച്ചു, ഇത് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾ വിവരം അറിയുമെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് വില്ലേജ് ഓഫീസറെ ഇവിടുന്ന് എലത്തൂർ വില്ലേജിലേക്ക് മറ്റൊരു വില്ലേജ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഭൂമാഫിയയും അതുപോലെ ഉദ്യോഗസ്ഥ ഭരണകൂടവും തമ്മിലുള്ള ഒത്താശയാണ്. ഇതിനെതിരെ ശക്തമായിട്ട് ജനങ്ങളെ അണിനിരത്തി ഇവിടെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തും. ഇതിൽ നീതി കിട്ടുന്നത് വരെ ഏതറ്റം വരെ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഇവിടെ ഈ സ്ഥലം വാങ്ങിയതൊക്കെ ആധാർ പ്രകാരം നോക്കുമ്പോൾ സ്ഥലത്തിന്റെ ഉടമയൊക്കെ അതാത് ഉടമയായിരിക്കും. സ്ഥലത്തിന് ഉടമേനെ നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയും ഉടമ ഇതിന്റെ ട്രേഡ് സെന്ററിന്റെ ഉടമ ആയിരിക്കും. അവരൊരാളാണെന്ന് പറഞ്ഞിട്ടാണ് ഒരാളിവിടെ വന്നത്. ട്രേഡ് സെന്റർ ഉടമേന്റെ ഒരു PRO ആണെന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ വന്നത്. അയാളോട് പറയുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയും അവരതാണ് സ്ഥലം എന്ന് പറയും. അപ്പോൾ നേരെ മറിച്ച് സ്ഥലത്തിന് ഉടമ എന്ന് പറയും ഞങ്ങൾ ഇവർക്ക് സ്ഥലം വിറ്റിക്കുന്ന പറയും. അതായത് ജനങ്ങളെ കൺഫ്യൂഷനാക്കുക. അതായത് ഒരു പ്രശ്നം വന്നാൽ അവർ കൈയൊഴിയുക. അതിന് വേണ്ടി കഴിഞ്ഞിട്ട് സ്ഥലം വാങ്ങിയിട്ട് രജിസ്റ്റർ ചെയ്യില്ല. അതിന്റെ മുക്കാഭാഗം അതായത് ഫുൾ പൈസ അവർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ സ്ഥലം ഉടമേനെ ഭരിക്കും. എന്നിട്ട് സ്ഥലം ഉടമേനെ കൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ ഇടപെടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക. അപ്പോൾ എന്നിട്ട് അത് അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർ രജിസ്റ്റർ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പല സ്ഥലങ്ങളും. ഇവിടെ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഇയാൾ വാങ്ങുന്നത് ഈ പറഞ്ഞ മാരിയിലാണ് ഉള്ളത്. ഈ സ്ഥലം വാങ്ങുക, ഫുൾ പൈസ കൊടുക്കുക, പക്ഷെ രജിസ്റ്റർ ചെയ്യാണ്ട് അങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യിക്കുക, കാര്യങ്ങളൊക്കെ നടത്തിക്കുക. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇന്നലെ ഉണ്ടായ സംഭവം അത് തന്നെയാണ് ഉണ്ടായത്. ഇവിടെ 100-ൽ ഏറെ വീടുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് വാഴത്തിരുത്തി പ്രദേശം. ഈ പ്രദേശത്തേക്ക് ആകെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ വരുന്ന PHED റോഡാണ്. ആ റോഡിലൂടെയാണ് ഇവിടെയുള്ള ജനങ്ങൾ പോകുന്നതും വരുന്നതെല്ലാം. ഇവിടെ കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന സ്ഥാപനത്തിൽ എന്ത് പരിപാടികൾ നടക്കുമ്പോഴും ഈ റോഡ് മണിക്കൂറുകളോളം ബ്ലോക്കാണ്. നമ്മളൊക്കെ പണി കഴിഞ്ഞ് വീടുകളിൽ എത്താൻ വേണ്ടി 1 മണിക്കൂറും 2 മണിക്കൂറും റോഡിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ്. ആ സമയത്ത് ഇവിടെ ഡയാലിസിസ് പേഷ്യന്റ് പോലുള്ള ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ ഇവർക്കൊന്ന് ഹോസ്പിറ്റലിൽ എത്താൻ ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് ചെറിയ മഴ പെയ്താൽ ഇവിടെ നമ്മൾ മുട്ടിന് വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ സ്ഥലത്താണ് ഇത്രയും അവർ മണ്ണിട്ട് നികത്തുന്നത്. നമ്മൾ പല പ്രാവശ്യം ഈ ഹാളിന്റെ അധികാരികളെ കണ്ട് ഈ ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നം ഞങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞതാണ്. അവിടെ ഈ പാർക്കിങ്ങിന്റെ പ്രശ്നം, അതായത് ഇവർക്ക് ചെറിയ ഹാളിൽ പരിപാടി നടത്താനും ബാക്കി ഗ്രൗണ്ട് പാർക്കിങ്ങിനുമാണ് അനുവദിച്ചത്. എന്നാൽ ഇവർ ഈ പാർക്കിങ്ങിന് കൊടുത്ത സ്ഥലം കൂടി വാടക കൊടുത്തിട്ട് ഈ റോഡുകളിൽ നമ്മൾ നിൽക്കുന്ന ഈ റോഡുകളിൽ മുഴുവൻ അവർ വാഹനം പാർക്ക് ചെയ്ത് പോവുകയാണ്. രാവിലെ നിർത്തിയിട്ട വാഹനം രാത്രി 12 മണിക്കും 1 മണിക്കാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടുന്ന് ഒരു അസുഖമായിട്ട് ഒരു വണ്ടി നമുക്ക് പുറത്തേക്ക് പോകാൻ പല പ്രാവശ്യം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതിനൊന്നും നമ്മൾ പല പ്രാവശ്യം അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ കഴിവിലും കഴിഞ്ഞ ആളുകളെ വെച്ചിട്ടാണ് അവിടെ പരിപാടി നടത്തുന്നത്. ഇത്രയും ആളുകൾക്ക് അവിടെ ടോയ്ലറ്റ് സംവിധാനം ഇല്ല. അവർ ടെമ്പററി ടോയ്ലറ്റ് ആണ് വെക്കുന്നത്. ടെമ്പററി ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ JCB വെച്ചിട്ട് വെറുതെ ഒരു കുഴി എടുക്കുക, എന്നിട്ട് ടോയ്ലറ്റിന്റെ പൈപ്പുകൾ നേരെ ഈ കുഴിയിലേക്ക് ഇടുക, എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ JCBനെ കൊണ്ട് മണ്ണിട്ട് അത് മൂടുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഞങ്ങൾ നേരിട്ട് കണ്ട് നമ്മൾ ഹെൽത്തിലൊക്കെ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടിയും അവരെടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ ഇവരെ കോമ്പൗണ്ടിൽ നിന്ന് റോഡിലേക്ക് വരുന്നത് ഭയങ്കര രൂക്ഷമായ വെള്ളമാണ്. നമുക്ക് ചവിട്ടി പോകാൻ പോലും അറക്കുന്ന വെള്ളത്തിൽ പരാതി കൊടുത്ത സമയത്ത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങളെ പരാതിക്കാരെ അറിയിച്ചിട്ടില്ല. അവർ നേരെ വന്നിട്ട് റിപ്പോർട്ട് എഴുതിയത് എന്താണെന്ന് വെച്ചാൽ അത് പാത്രം കഴുകുന്ന വെള്ളം ആണെന്നാണ്. പിന്നെ ഇത്രയും നമുക്കറിയാം, ഒരു പെട്ടിപ്പീടിക വരെ നടത്തണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിക്കണം. ആ സ്ഥലത്താണ് ഇവിടെ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ തോതിലുള്ള പരിപാടികൾ നടത്തുന്നത്. ഇതിന്റെ ഉദാഹരണം പറഞ്ഞാൽ കരിമ്പ് ജ്യൂസ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഈ കരിമ്പ് കൊണ്ടിടുന്നത് ഈ ഗ്രൗണ്ടിന് നേരെ പുറകിലാണ്.
ഒരു ചെറിയ മഴ പെയ്താൽ ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ചെളിയിൽ കെട്ടുകണക്കിന് കരിമ്പുകൾ ഉള്ളത് ഞങ്ങൾ നേരിട്ട് ഞങ്ങളെ വീടുകളിൽ നോക്കിയാൽ കാണാം. ഈ കരിമ്പാണ് ജനങ്ങൾക്ക് അടിച്ചിട്ട് ഫ്രഷ് കരിമ്പെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇവിടെ ഫുഡ് ഫെസ്റ്റിന് വരുന്ന പാത്രങ്ങൾ കഴുകുന്നത് ഇവിടെ ബാക്കിൽ ചെറിയൊരു കുണ്ടുണ്ട്, അതിനകത്ത് ഈ ടോയ്ലറ്റ് വേസ്റ്റ് അടക്കമുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന അതിനകത്താണ് ഇവർ പാത്രം കഴുകുന്നത്. ഇതിൽ നിന്ന് ഹെൽത്തിൽ നിന്ന് യാതൊരു തരം നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടിന്റെ അധികാര പരിധിയിലുള്ള നമ്മളെ ബഹുമാനപ്പെട്ട കലക്ടർ ഉൾപ്പെടെ ഇരിക്കുന്ന ഓഫീസാണ് സിവിൽ സ്റ്റേഷൻ. അതിന്റെ നേരെ പുറകിലാണ് ഈ അനാസ്ഥ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി സമരം ഞങ്ങളിപ്പോൾ ഇതിന്റെ പ്രതിഷേധത്തിന്റെ സൂചകമായിട്ട് ഈ കഴിഞ്ഞ 1-ാം തീയതി അതായത് ഞായറാഴ്ച ഒരു ജനകീയ പ്രക്ഷോഭം എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിൽ നമുക്ക് പരിഹാരം കാണുന്നില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമായ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ അടുത്ത പ്രക്ഷോഭം സിവിൽ സ്റ്റേഷനിലേക്ക് മാറുകയാണ്. അതിൽ കൊച്ചുകുട്ടികൾ മുതൽ നമ്മളിവിടെ പ്രായമായവർ വരെ അതിനകത്ത് അടി നിരക്കുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പിന്നെ നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇതിൽ മുന്നിട്ടിറങ്ങുന്ന ആളുകൾക്ക് വധഭീഷണി വരെയുണ്ട്. ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് യാതൊരു സംശയവും വേണ്ട, കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഉടമയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരിക്കും. അതിനുള്ള തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. സ്വപ്നനഗരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പണ്ടുകാലം മുതലേ ആഗ്രഹിച്ചിരുന്നത്. സ്വപ്നനഗരി കാരണം നമുക്ക് എല്ലാവർക്കും സന്തോഷമായി ഇരിക്കാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കാനുള്ളതായിരുന്നു. ഇന്നിപ്പോൾ സ്വപ്നനഗരി എന്നുള്ള പേര് മാറി ട്രേഡ് സെന്ററിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം കാലങ്ങൾ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അശാസ്ത്രീയമായ രീതിയിൽ ഒരു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം വന്നതിന് ശേഷം ഈ നാട്ടുകാർക്കും ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമായ കിഴക്കുന്തുരുത്തിയിലൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. കാരണം ഇവിടെ മണ്ണിട്ട് നികത്തുക, പിന്നെ മരങ്ങൾ മുറിച്ചു മാറ്റുക, അങ്ങനെ എല്ലാ പ്രയാസങ്ങളും വരുമ്പോൾ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ചിലപ്പോൾ മറ്റു സ്ഥല അനുഭവം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏറ്റവും അനുഭവിക്കുന്നവർ ഞങ്ങളെപ്പോലെ ഈ വാഴത്തുരുത്തി, കിഴക്കുന്തുരുത്തി, പാലാട്ടിന്റെ ഒരു ചെറിയ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിഷേധം നടത്തുന്നത്. ഈ പ്രതിഷേധം നടത്തുമ്പോൾ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർക്ക് ദുഷ്ടലാക്കുണ്ട് എന്നുള്ള രീതിയിൽ മറ്റു സ്ഥലങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിന് പിന്നിൽ നടക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. നമുക്ക് പറയാനുള്ളത് ഇത് ഡാറ്റാ ബാങ്കിൽപ്പെട്ട സ്ഥലമാണെങ്കിൽ ഗവൺമെന്റ് പറയുന്നു കുറെ ഭാഗം അത് അതിൽപ്പെട്ടതാണ്, ഡാറ്റാ ബാങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വേർതിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രാത്രി ഈ ബുദ്ധിമുട്ടി ഓരോ JCB വരുമ്പോൾ അതിന്റെ പിന്നാലെ നടക്കാനൊക്കെ ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. കാരണം ഞങ്ങൾ അത് ചില സമയത്ത് വിളിക്കുമ്പോൾ ഓടി എത്താൻ പറ്റുന്നില്ല. അത് കൃത്യമായ രേഖ തിരിച്ച് മാറ്റിയിടുകയാണെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. എന്തായാലും ഈ പ്രദേശത്തെ ഞങ്ങളെല്ലാവരും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇത് പ്രതിഷേധിക്കുകയാണ്. ഇതിന്റെ ഈ കണ്ടൽക്കാട് നശിപ്പിക്കരുത്, മണ്ണിട്ട് നികത്തരുതെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ഇതിലൂടെ പറയാനുള്ളത്. ഇത് നിങ്ങളെ തന്നെയാണ് ഏറ്റവും രൂക്ഷമായി ബാധിക്കേണ്ടത് നശിപ്പിച്ചാൽ. തീർച്ചയായിട്ടും വാഴത്തുരുത്തി ഭാഗവും അതിന് തൊട്ടടുത്ത പ്രദേശമാണ് കിഴക്കുന്തുരുത്തി. അപ്പൊ ഈ വെള്ളം നികത്തിപ്പോയി കഴിഞ്ഞാൽ നേരെ ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ ഭാഗം മുഴുവൻ വെള്ളം കയറുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു രോഗിനൊക്കെ ഒരു ചെറിയ മഴ വന്നുള്ളൂ, വെള്ളം കയറിയിട്ട് എന്താണ് കസേരയിൽ എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയി വണ്ടി കയറ്റി ആശുപത്രി പോകേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അധികാരികൾക്ക് ശരിക്കും ഇത് അറിയാം, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി ഒരു പരാതി കളക്ടർക്ക് കൊടുത്തിരിക്കുന്നത്, അതിന്റെ അതേ കോപ്പി പോലീസ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഇവിടെ വില്ലേജ് ഓഫീസിനും കൊടുത്തിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഈ പുഴേന്റെ കുറുകെ പാലിടുക, അതായത് എരഞ്ഞിപ്പാലം പുഴേന്റെ പുഴ, അത് പൈതൃകപ്പട്ടിയിൽ പെട്ട പിന്നെ മനുഷ്യനിർമ്മിതിയാണ് പുഴ, കാനോലി കനാല്. അതിന്റെ കുറുകെ പാലിടുക, വലിയ ഇരുമ്പ് പാലം കൊണ്ട് കയറ്റി വെക്കുക, എന്നിട്ട് അതിന്റെ കൈവരി മുഴുവൻ മുറിക്കുക, അതായത് പൊതുമുതൽ നശിപ്പിക്കുക. അത് റോഡ് ഫണ്ടിന്റെ കൈവരിയാണ്. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ അവരൊരു അനുമതിയും കൊടുത്തിട്ടില്ല. അപ്പോൾ അതേമാതിരി പുഴക്ക് അനുമതി കൊടുക്കേണ്ടത് ഇവരാണ്, ഇറിഗേഷൻ വകുപ്പാണ്. അവരോട് ചോദിച്ചപ്പോൾ അവരും അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് കുറുകെ അതേമാതിരി പാലിടുക. ആ പാലിടുന്നതിന് കണക്കായിട്ട് ഞങ്ങൾ കളക്ടർക്കും പോലീസിലും ഒക്കെ പരാതി കൊടുത്തു പൊതുമുതൽ നശിപ്പിച്ചതിന്. പക്ഷേ ഇതുവരെ അതിന്റെ മുകളിൽ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കളക്ടർ അവിടെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ എന്താ ചെയ്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതിനുശേഷം 6-ാം തീയതി രണ്ടാമതും പരാതി കൊടുത്ത് ഈ കാര്യത്തിൽ ആ സാധനം കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി, അതായത് തെളിവ് ഹാജരാക്കാൻ, കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് അത് കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങിയിട്ട് രണ്ടാമതും പരാതി കൊടുത്തിരുന്നത്. ഇപ്പോഴും ഒരു നടപടി എടുത്തില്ല. ആ പാലം അവിടെ നിർത്തിയിട്ട് ഓരോ ഗ്രൗണ്ടിലേക്ക് മാറ്റി ചെയ്യുന്നത്, ആ ട്രേഡ് സെന്ററിന്റെ സ്ഥലത്തേക്ക് മാറ്റി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് എടുക്കാത്തത്? നേരെ വെച്ച് നമ്മൾ റോഡിൽ പോയി എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ മതി, അപ്പോൾ നമ്മളെ പേരിൽ കേസെടുക്കും. ഒന്നും വേണ്ട, എന്ത് പറയുന്നത്, റോഡിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നശിപ്പിച്ചാറുണ്ട്, എന്തെങ്കിലും ചെറിയ സാധനം മതി, ആ പേര് നമ്മളെ പേര് കേസെടുക്കും. ഇതിനൊരു കേസെടുത്തിട്ട് അന്വേഷിക്കാത്ത എന്താ, ആരാണ് എന്താണെന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അവർ കേസ് പോലും എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കാരണം പരാതി ഞങ്ങൾ പ്രകൃതി സംരക്ഷണ സമിതിയുടെ പേരിലാണ് കൊടുത്തത്, സരോവരം ബയോപാർ പ്രകൃതി സംരക്ഷണ സമിതിയുടെ പേരിലാണ് കൊടുത്തത്. ഇതുവരെ അങ്ങനത്തെ ഒരു നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അറിവില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇതിനുള്ള സമരപരിപാടി കഴിഞ്ഞിട്ട് പ്രകൃതി സരോവരം ബയോപാർ പ്രകൃതി സംരക്ഷണ സമിതിയുടെ പേരിൽ കളക്ടറേറ്റിലേക്ക് ഞങ്ങൾ ഒരു സമരപരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ സരോവരം ബയോ പാർക്ക് തണ്ണീർത്തട സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമിതി ഈ അടുത്ത് ഡിസംബർ 1-ാം തീയതി ഇവിടെ ഒരു ധർണയും ഒരു പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് ഈ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ആൾക്കാർ എനിക്ക് വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനും പിന്നെ സതീഷ് പാറന്നൂർ എന്നുള്ള എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. എന്താ വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനെതിരെ മുഹമ്മദ് അബ്ദുൽ കരീം ഫൈസൽ എന്ന് പറഞ്ഞ ആൾ കൊടുത്തൊരു കേസാണ്. എന്താ വെച്ചാൽ കോർപ്പറേഷൻ അവിടെ ഫൈനൽ നോട്ടീസ് ഇട്ട് ആ കാലിക്കറ്റ് ട്രേഡ് സെന്റർ പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനൽ നോട്ടീസ് ഇട്ടപ്പം അയാൾ ഉടനെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്, ഇത് പൊളിക്കരുതെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ ആദ്യം സതീഷ് പാറന്നൂർ കക്ഷി ചേർന്നു, പിന്നെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനും കക്ഷി ചേർന്നു. ഞങ്ങളും പറഞ്ഞു അത് പൊളിക്കണം, എന്താ വെച്ചാൽ അതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി ചേർന്നിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ JCBയും വന്ന് കണ്ടൽക്കാടുകൾ നശിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ഇടപെടാൻ പാടില്ല എന്നൊന്നും അല്ല. അപ്പൊ ഇവര് കോടതിനെ ഇപ്പൊ മുനിസിപ്പൽ കോടതിനെ ഈ ഇഞ്ചക്ഷൻ ഓർഡറിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞങ്ങളൊരു കേസിലുണ്ട്, പിന്നെ ഇവർക്ക് ഇതിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്ന് ഈ മുനിസിപ്പൽ കോടതിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഞങ്ങൾക്കെതിരെ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വന്നത്. അപ്പൊ ഇത് കാലിക്കറ്റ് ട്രേഡ് സെന്റർ പൊളിക്കുന്നതിനെതിരെ കൊടുത്ത കേസിൽ അതിനർത്ഥം ഇവിടെയൊക്കെ തണ്ണീർത്തടങ്ങൾ നികത്താനും അതിനൊക്കെ അയാൾക്ക് അധികാരമുണ്ട്, ഞങ്ങളൊന്നും പ്രതികരിക്കരുത് എന്നുള്ള ഒരർത്ഥവും അതിനില്ല. അത് ഞങ്ങൾ കോടതിയിൽ തന്നെ പോയി കോടതിനെ ശരിയായ നിജസ്ഥിതി എന്താണെന്ന് കോടതിനെ അറിയിച്ച് വ്യത്യസ്തമായ സർവേ നമ്പറുകളൊക്കെ പെട്ട സ്ഥലമാണല്ലോ. അപ്പൊ അതിന് ഇപ്പൊ ഇവര് ഇഞ്ചക്ഷൻ ഓർഡർ എത്തിയിരിക്കുന്നത് എന്റെ പേരിലും വാഴത്തുരുത്തി റെസിഡൻസ് അസോസിയേഷൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞങ്ങള് കഷ്ടപ്പെടുന്നതാണ്, ഞങ്ങൾ ഉറങ്ങുന്നില്ല, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, നമുക്ക് പലതരത്തിലുള്ള ഭീഷണി, നമ്മളെ കയ്യേറ്റം ചെയ്തതിന് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെ പോലീസ് നടപടിയെടുത്തിട്ടില്ല സ്ത്രീകൾക്കെതിരെ. അപ്പൊ പോലീസും ഭരണാധികാരികളും എല്ലാവരും ഇവരുടെ അടിമകളായി കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ ജനങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങളിത് ഇതിലൂടെ സംപ്രേഷണം ചെയ്തിട്ട് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇതിലിപ്പോ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഈ ട്രേഡ് സെന്റർ ഇവിടെ വന്ന ശേഷം ഒരുപാട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നമുക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അറിയാം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. വാഹനങ്ങളും കൂടി വരാൻ നമ്മളെ ശരിക്കും സഞ്ചാര സ്വാതന്ത്ര്യം ശരിക്കും ഇവർ തടസ്സപ്പെടുത്തുക ചെയ്യുന്നത്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഫുൾ ട്രാവൽ ബ്ലോക്ക് ചെയ്യും, തിരിച്ച് നമുക്ക് റിട്ടേൺ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം റോഡില്ലാത്തതുകൊണ്ട് ഇഷ്യൂ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രം ഇത്രയും നല്ലൊരു ഭൂമി നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയായ തീരുമാനമല്ലല്ലോ. പ്രത്യേകിച്ച് കണ്ടൽക്കാടുകൾ ഒരു കാരണവശാലും നശിപ്പിക്കാൻ പറ്റാത്ത സംഭവമാണ്. അതാണ് ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സരോവരം ബയോ പാർക്കിന് സമീപത്തെ കണ്ടൽ നശീകരണം ഇവിടുത്തെ താമസക്കാരെ മാത്രമല്ല ബാധിക്കുന്നത്, കോഴിക്കോട് നഗരത്തെ ഒന്നടങ്കമാണ്. അധികൃതർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുക. ഞാനിവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു.